സിനിമയിൽ ചാൻസ് ചോദിക്കുന്നത് നിർത്ത്. 2026 വെറുതെ അവസരം ചോദിച്ച് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഭംഗിവാക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് പച്ചയായിട്ടുള്ള ചില സത്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒന്ന് ഡെവലപ്പ് എ തിക് സ്കിൻ. ഒരു ആക്ടറിന് തൊലിക്കെട്ടി ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും അതിപ്പം ഓസ്കർ കിട്ടുന്ന പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ഒരു ചെറിയ റീലിലെ ഒരു പെർഫോമൻസ് ആയാലും അതിനെ പരിഹസിക്കാനൊക്കെ ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പം 3 സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ് ഞാൻ. ഇപ്പം ഇത്തരം വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമ്പം ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിലാണ് ആളുകൾ എന്നെയും കാണുന്നത്. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബാക്കിയുള്ളവരുടെ ജോലിയാണ്, നിങ്ങളുടെ ജോലിയല്ല. കൂവലുകൾ നമ്മൾ കയ്യടിയാക്കി സ്വീകരിക്കുന്നിടത്താണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റ് വിജയിക്കുന്നത്. 2, സ്റ്റോപ്പ് ബീങ് എ വിക്ടിം ഓഫ് വെയിറ്റിംഗ്. ഞാൻ എന്തോരം ഫോളോ അപ്പ് ചെയ്തത്, എന്നിട്ടും എന്നെ വിളിച്ചില്ല എന്ന പരാതി പറയുന്നൊരു കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, സ്വന്തമായിട്ട് എഴുതുക, ഷൂട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, കാത്തിരുന്ന് സമയം കളയുന്നവരൊന്നും അല്ല. ലൈം ലൈറ്റിൽ എപ്പോഴും കത്തി നിൽക്കുന്നവരെയൊക്കെ തന്നെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം, അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യം. അങ്ങനെ സിനിമയിലെത്തിയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടല്ലേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ബി നേക്കഡ് വിത്ത് യുവർ ഇമോഷൻസ്. ഇപ്പോൾ ജിമ്മിൽ പോയി മസിൽ വെയ്പ്പിക്കുക, അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുക, ഫോട്ടോസ് എടുത്തിടുക എന്നുള്ള കാര്യങ്ങൾ മാത്രം പോരാ. മനസ്സ് തുറക്കാനും പഠിക്കണം. ഇപ്പോൾ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളും സങ്കടങ്ങളും അപമാനങ്ങളും ഒക്കെയാണ് ഒരു നടൻ്റെയോ സംവിധായകൻ്റെയോ എഴുത്തുകാരൻ്റെയോ ഒക്കെ ഫ്യുവൽ. ഇപ്പോൾ ജീവിതത്തിൽ തോറ്റുപോയ നിമിഷങ്ങളെ ഏത് നിമിഷങ്ങളെയും ക്യാമറയ്ക്ക് മുന്നിൽ ജയിച്ച നിമിഷങ്ങളാക്കി മാറ്റാൻ കഴിയണം. 4 90-10 റൂൾ. നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു 90% ക്രാഫ്റ്റിനും, അതായത് ഇപ്പം പഠനം, വായന, വർക്ക്ഷോപ്സ് അല്ലെ പ്രാക്ടീസ് ഇതിനൊക്കെ കൊടുക്കുകയും ഒരു 10% മാത്രം PR വർക്കിനും കൊടുക്കുക. മാർക്കറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന ഹൈപ്പ് വെറും താൽക്കാലികമാണ്. പക്ഷേ ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026-ലും 2036-ലും ഒക്കെ നിങ്ങളിവിടെ തന്നെ ഉണ്ടാവും. വിമർശിക്കുന്നവരൊക്കെ വിമർശിക്കും, പ്ലാൻ ചെയ്യുന്നവർ പ്ലാൻ ചെയ്യും. പക്ഷേ ആക്ഷൻ ടേക്കേഴ്സ് മാത്രമേ മുന്നോട്ട് പോകുന്നു. ആലോചിച്ചു, നിങ്ങൾ പറ, ഏത് കൂട്ടത്തിലാണ്?